ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് വന്നതാണ് കേട്ടോ. മൈക്ക് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പം സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്താ ഞാൻ പറയാൻ വന്നത്, ഇതെൻ്റെ സെക്കൻഡ് ചാനലാണേ. ഒരു ചാനൽ കൊണ്ടൊന്നും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് സ്റ്റോറിയാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ റീയൂസ്ഡ് കണ്ടൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലോ മുടങ്ങിയിട്ട് മിക്കപ്പോഴും ചാനലൊക്കെ പോകുമ്പോൾ നമുക്ക് ബാക്കി കഥകളൊന്നും അറിയാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ഒരു ചാനലും കൂടി തുടങ്ങുന്നത്. ഇൻ കേസ് എന്തെങ്കിലും മറ്റേ ചാനലിനെ പറ്റിയാൽ സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു സോഴ്സ് ഉണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ രണ്ട് ചാനൽ തുടങ്ങുന്നത്, അല്ലാതെ എനിക്ക് സമയം ഉണ്ടായിട്ടല്ല. അഡീഷണൽ തുടങ്ങിയിടുന്നതാണ്. പിന്നെ വേറെന്താ പറയാൻ വന്നത്, അപ്പോൾ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ മോണിറ്റൈസേഷൻ വിടാൻ പോവുകയാണ്. എനിക്ക് ഈ ചാനൽ ഒന്ന് മോണിറ്റൈസ്ഡ് ആയിട്ട് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ റീഅപ്ലൈക്ക് കൊടുക്കാനുള്ളൊരു ടൈം ആവുന്നേ ഉള്ളൂ ഇനി. അപ്പോൾ അത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. അത് പിന്നെ കുറേ പേര് കമൻറ്റിൽ കഥ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് മെസ്സേജ് ചെയ്തിരുന്നു, ചേച്ചി കഥ എഴുതുന്നത് എങ്ങനെയാണ്, പ്രതിലിപി എങ്ങനെയാണെന്നൊക്കെ ഇത് പറഞ്ഞു തരുമോ ചോദിച്ചിരുന്നു കേട്ടോ. പ്രതിലിപിയൊക്കെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ വന്ന് പെട്ടുപോയൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോഴാണ് അതിനകത്തുനിന്ന് ഏണിങ്സും കാര്യങ്ങളുമൊക്കെ ആൾക്കാർക്ക് കിട്ടിത്തുടങ്ങുന്നത്. എൻ്റെ കഥ ഞാൻ എഴുതുന്ന പ്രതിലിപിയൊന്നും വന്നതിന് ശേഷമല്ല കേട്ടോ. അത് കുറച്ച് അധികം വർഷങ്ങളായിട്ടുള്ളൊരു, ഞാൻ അത്ര വലിയ റൈറ്ററും ആളൊന്നും അല്ല. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു. നമ്മുടെ സ്കൂളിൽ ഈ ആനിവേഴ്സറി അല്ലെങ്കിൽ അസംബ്ലിയിലൊക്കെ നമ്മൾ ഓരോ ഈ ശുചിത്വമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള നാടകങ്ങളൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ നാടകങ്ങൾക്കൊക്കെ ഞാൻ നാടകം എഴുതിയിട്ടുണ്ട്. പിന്നെ കഥ വായിക്കുക എന്ന് പറഞ്ഞാൽ കഥ അങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ആവുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ. പക്ഷെ നമ്മുടെ സ്കൂളിലെ ലൈബ്രറി ഒന്നും അത്ര ആക്റ്റീവല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ, എൻ്റെ മോൾക്ക് വരെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം കൊടുത്തു വിടും. അവൾ 1ാം ക്ലാസ്സിലാണ്, അവൾക്ക് പോലും കൊടുത്തു വിടും. പക്ഷേ ഞങ്ങളുടെ സമയത്ത് ലൈബ്രറി വല്ലപ്പോഴും ഒന്ന് തുറന്നെങ്കിലായി, ഒന്ന് പോയി വായിച്ചെങ്കിലായി എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. ആദ്യമായിട്ട് വായിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ ഇഷ്ടം തോന്നിയൊരു കഥ, എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന പാത്തുമ്മയുടെ ആട്. അതാണ് ഇപ്പോഴും മനസ്സിൽ വരുന്നത്. അതാണ് ഫസ്റ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി. ആ കാലത്ത് എനിക്ക് തോന്നുന്നു ഞാൻ 5-ലോ 3-ലോ ഒക്കെ പഠിക്കുന്ന ടൈമിലാണത്. മലയാള പാഠപുസ്തകത്തിലാണ് വായിക്കുന്നത്. പിന്നെ പിന്നെ പറയാൻ പറ്റുമോയെന്നറിയില്ല. പിന്നെ ഞാൻ ലൈബ്രറിയിൽ പോയിട്ട് ഫസ്റ്റിൽ വായിക്കുന്നത് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറഞ്ഞൊരു ബുക്കാണ്. പക്ഷെ അതിനൊന്ന് ഒത്തിരി എനിക്ക് വഴക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്ന സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സിസ്റ്റേഴ്സ് വന്നിട്ട് വഴക്ക് പറഞ്ഞു, ഇതാണോ കൊച്ചു പിള്ളേർ വായിക്കുന്നത്? അന്ന് ഈ പ്രേമലേഖനം എന്നുള്ള പുസ്തകം വായിക്കുമ്പോൾ നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്തൊരു കൺസെപ്റ്റാണല്ലോ. അങ്ങനെ അത് ഫുള്ള് വായിക്കാൻ പറ്റിയില്ല, കുറച്ച് പകുതിയിൽ എൻഡായിപ്പോയി. പിന്നെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് അതെങ്ങനെ വായിക്കും. അത് ഞാൻ പിന്നെ വായിച്ചത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു +1 സമയമൊക്കെ ആയപ്പോൾ ഞാൻ ബഷീറിൻ്റെ പുസ്തകം ഇങ്ങ് വാങ്ങി. അങ്ങനെയാണ് ഞാൻ ആ പുസ്തകം കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എനിക്കൊരു പുസ്തകം ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമാണ്. അത് കിട്ടുന്നതും എന്തോ വായനാദിനത്തിനോ അങ്ങനെ എന്തോ ഞാൻ ഒരു ചെറുകഥ എഴുതിയതിന് കിട്ടുന്ന പ്രൈസായിരുന്നു അത്. ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും. അതിപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ച് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അവിടെ മുതലാണ് വായന സ്റ്റാർട്ടാവുന്നത്. പിന്നെ ഞാൻ വായിച്ചിട്ടുള്ളത് കൂടുതലും ONV അങ്ങനെ വലിയ ആൾക്കാരുടെ കഥകളായിരുന്നു ഫസ്റ്റ് ടൈമിൽ വായിച്ചിട്ടുണ്ടായിരുന്നത്. ബഷീറിൻ്റെ കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് MT വാസുദേവൻ നായരുടെ പുള്ളി പ്രണയം എഴുതുന്ന ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വായിച്ചിട്ടുള്ളത് പത്മരാജൻ്റെ ഉദകപ്പോള. പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഉദകപ്പോള തന്നെയാണ് സിനിമയായിട്ട് മാറിയത്. അന്ന് അറിയില്ല. പിന്നെ വേറെ വായിച്ചു തുടങ്ങുന്ന പുസ്തകങ്ങൾ മാധവിക്കുട്ടി, അങ്ങനെ നോർമലി ഉള്ള ആൾക്കാരൊക്കെ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ തന്നെയായിരുന്നു ആദ്യം തുടങ്ങിയത്. പിന്നെ വീട്ടിൽ ഈ മനോരമ വീക്കിലി വായിക്കും. എഴുത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എനിക്കൊരു താല്പര്യം തുടങ്ങുന്നത് മനോരമയൊക്കെ വായിക്കുന്ന സമയത്താണ്. മനോരമ വായിക്കുമ്പോൾ ജോയ്സിയുടെ നോവലുകൾ,
പിന്നെ ഒരു കടൽ തീരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോവൽ എഴുതുന്നൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. വേളിയൊക്കെ എഴുതിയൊരു ആൾ. ആളുടെ നോവൽ ജോസി വാഗമറ്റം, അങ്ങനെ കുറേ പേരുടെ നോവൽസ് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. ആ നോവൽസ് വായിക്കുമ്പോഴാണ് കഥ എഴുതിയാലോ, എനിക്കും ഒരു കഥ എഴുതിയാലോ എന്നൊക്കെ തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞാനൊരു കഥ എഴുതിയിരുന്നു കൊച്ചിയിലെ ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷെ അന്ന് നമുക്ക് കഥയൊക്കെ എഴുതാൻ പേടിയല്ലേ. ഞാൻ എഴുതിയിട്ട് ആ കഥ അതേപോലെ കീറി കളഞ്ഞു കേട്ടോ. ഇപ്പം ഞാൻ ഓർക്കുന്നത് കളയണ്ടായിരുന്നു, സൂക്ഷിച്ച് വെക്കണ്ടായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഞാൻ കഥ എഴുതിയിട്ട് ആരെങ്കിലും, കാരണം നമ്മൾ ഈ മനോരമയൊക്കെ വായിക്കുമ്പോൾ അമ്മയൊക്കെ വഴക്ക് പറയും, എന്തിനാ ഇതൊക്കെ അങ്ങനെ ഒരു, നമ്മൾ അങ്ങനല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മനോരമയിലെ നോവൽസൊക്കെ. അങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ള കുറേ നോവൽസിലൊന്നാണ് നമ്മുടെ മഞ്ഞുരുകും കാലം, മുന്തിരിപ്പാടം, പിന്നെ ഭ്രമണം. ഇതൊക്കെ പിന്നെ സീരിയലായപ്പോൾ ഞാൻ കണ്ടു കേട്ടോ. അത് പിന്നെ പരിണയം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നല്ലോ മഴവിൽ മനോരമയിൽ, അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേരറിയാത്ത ഒരുപാട് നോവൽസ് ഞാൻ വായിച്ചിട്ടുണ്ട്. സ്ത്രീ സ്ത്രീജന്മോ എന്ന് പറഞ്ഞിട്ട് ഷെല്ലി നായികയായിട്ട് മഴവിൽ മനോരമയിൽ ഒരു സീരിയൽ വന്നായിരുന്നു. സ്ത്രീജന്മോ എന്നാണ് തോന്നുന്നു പേര്. അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരുപാട് ഈ വനിതയിലൊക്കെ വരുന്ന നോവലറ്റുകളുണ്ടല്ലോ, അതുപോലും വിടാതെ ഞാൻ വായിക്കുമായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു. എനിക്ക് വലിയ വലിയ എഴുത്തുകാരുടെ നോവൽസിനേക്കാളും കുറച്ചും കൂടി സരസമായ ഭാഷയിൽ നമ്മുടെ സാധാരണക്കാരുടെ കഥ പറയുന്ന ഇങ്ങനത്തെ നോവൽസ് ആയിരുന്നു ഇഷ്ടം. ഈ മനോരമയിലും വനിതയിലും ഒക്കെ വരുന്ന നോവൽസ്, അതായിരുന്നു ഞാൻ കൂടുതലും വായിച്ചിരുന്നത് കേട്ടോ. പിന്നെ വേറെന്താ, ഇപ്പം എന്തിനാ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. കുറേ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിച്ചു പ്രതിലിപിയിലൊക്കെ എങ്ങനെ എഴുതുക. പ്രതിലിപിയിലൊക്കെ ഞാൻ ഒരുപാട് വർഷങ്ങളായി എഴുതി തുടങ്ങിയതാണ്. പെട്ടെന്ന് വന്നിട്ട് നമുക്കൊരു ഏണിങ്സ് വേണം എന്ന് വിചാരിച്ചാലൊന്നും കിട്ടില്ല കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോഴും ഞാൻ എത്ര വർഷമായി, ഞാൻ 2019 മുതൽ എഴുതാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും എനിക്ക് പറയുന്ന പോലെ കാര്യമായിട്ട് ഞാനങ്ങ് പ്രതിലിപിയിലൊന്നും അത്ര വലിയ ആളായിട്ടില്ല. അതാ പറഞ്ഞത്, നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇന്ന് വന്നിട്ട് നാളെ നമുക്ക് ലിപിയിൽ നിന്ന് പൈസ വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അങ്ങനെ ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടിയും കൂടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം, നമ്മുടെ റിയൂസ്ഡ് കണ്ടൻറ്റ് വരരുത്, ഇത് ഒറിജിനൽ ചാനലാണെന്ന് തോന്നണം, മുഖം കാണിച്ച് അതിനൊരു വീഡിയോ ചെയ്യണം, അതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഈ ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടാൻ പ്രാർത്ഥിക്കുക. ഉടനെ തന്നെ ഈ ആഴ്ച തന്നെ നമുക്ക് മോണിറ്റൈസേഷന് വിടാൻ പറ്റും, ദൈവം സഹായിച്ചെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, കഥ വായിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും റംസാൻ ആശംസകൾ. അപ്പോൾ ഓക്കെ.